ഹലോ വീവേഴ്സ്, നമുക്കിന്ന് അരിപ്പൊടിയുണ്ട്. അതായത് ഞാൻ ഇടിയപ്പത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൊടിച്ചിട്ട് വറുത്ത് എടുത്ത പൊടിയാണിത്. ആ പൊടി കൊണ്ട് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ആവാം, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം കാണിച്ചാൽ, 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, ഒരു 2 വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതേമാതിരത്തെ 2 വലിയ അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിങ്ങനെ ചീകി എടുത്തതാണ്. പിന്നെ നാളികേരം ഒരു 4-5 1/2 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ, 1/2 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്, 1 സ്പൂണിൽ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും വേണം. ഇത്ര സാധനമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം ഇനി നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഈസ്റ്റിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വയ്ക്കാം, ഒന്ന് ഇതാവാനായിട്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കലക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാം. ഇപ്പം അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണത്. പെട്ടെന്ന് ഉണ്ടാക്കില്ല, ഒരു 4-5 മണിക്കൂർ നമുക്ക് വെക്കണം, എന്നിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ മാവ് കലക്കി കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ ചെറിയ ഉള്ളി, ജീരകം, പിന്നെ നാളികേരം, ഇത് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടി നമ്മളൊന്ന് കറക്കിയെടുത്തു. ഇനി അതിലേക്ക് ഈ ശർക്കര ചീകിതല്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കറക്കാം. ഇപ്പം നമ്മൾ ശർക്കരയും നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് കറക്കിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. ഇതും കൂടി നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ആ ഈസ്റ്റ് ഞാൻ കലക്കി വെച്ചില്ലേ, അതും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ കറക്കി എടുത്തത് അരിപ്പൊടിയുടെ കൂടെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. മധുരം നോക്കി വെക്കാം. മധുരം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മധുരം പാകമാണ്. പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടി ശർക്കര കൂട്ടണം, അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് കലക്കി വയ്ക്കണം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നാളികേരം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലാതെ അരയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. നാളികേരവും ശർക്കരയും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇതേമാതിരി ഇങ്ങനെ തേച്ച് കൊടുക്കുക.
ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇല വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഇല കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ഇതിൽ പാർന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയായി, നല്ല പാകമായി ഉണ്ട്. ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കാൻ പാടില്ല കേട്ടോ. ഇത്ര മതി. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു, വെള്ളം തിളച്ചു. അതിലേക്ക് നമുക്ക് ഇത് ഇങ്ങനെ കമുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്തോന്ന് നോക്കാം. നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ? അപ്പം പിടിക്കുന്നില്ലാത്തത് വെന്തോന്നാണ് അർത്ഥം. ഇനി നമുക്കിത് വാങ്ങിയിട്ട് തണുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് ഇലയിൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇലയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പം നമുക്കിതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ പിടിക്കില്ല. നാല് ഭാഗം പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? അങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ഇലയുടെ ഒരു മണം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റായി. ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ പ്ലേറ്റിൽ വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇത് നമുക്ക് ഈ അടുപ്പത്ത് വെക്കാം. കണ്ടില്ലേ? ഇനി നമുക്കിത് അടച്ച് ഒരു 15 മിനിറ്റ് കഴിയട്ടെ. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇത് വെന്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ, അത് തണുത്ത് കഴിഞ്ഞു. അതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനത് വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിനെന്താ പേര് പറയാന്നറിയില്ല. നമുക്കിതിനെ ആവിക്ക് ഒഴിച്ചപ്പം വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതേമാതിരി എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു.